ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, കാലഗതിയുടെ നിയന്ത്രണത്താൽ നാം എല്ലാം ഈ ഭൂമിയിൽ ജന്മമെടുത്തത് ദൈവനിയോഗമാണ്. നാം എങ്ങനെയാണ് ഈ ഭൂമിയിൽ വാഴേണ്ടത് എന്ന കാര്യം വ്യക്തിപരമായ സാഹചര്യങ്ങളാലും അവിടുത്തെ ചുറ്റുപാടുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. ശാന്തിയും സമാധാനവും സ്നേഹവും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഒരുവൻ വളർന്നു വരുന്നത് എങ്കിൽ അവൻ്റെ മൊത്തം ജീവിതത്തിലും അതിൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കും. നേരെ മറിച്ച് അശാന്തിയും അസഹിഷ്ണുതയും സ്പർദ്ധയും സമാധാനക്കേടും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന ഒരുവന് അവൻ്റെ മൊത്തം ജീവിതത്തിലും ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കുപ്പയിലെ മാണിക്യമായി വരുന്നവരും ഉണ്ട് കേട്ടോ. ഇങ്ങനെ അഴുക്കുചാലിൽ വീണ ഒരുവനുമായി സംസർഗം പുലർത്തിയാൽ എത്ര നല്ല സംസ്കാരമുള്ള ആളായിരുന്നാൽ കൂടിയും പതിയെ അവനും നാറുവാൻ തുടങ്ങും. ആ അഴുക്ക് എല്ലാം പതിയെ അവനിലേക്കും വന്നു ചേരും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്കാരശൂന്യരായ ഇത്തരം ആളുകളുടെ പ്രഭാവത്തിൽ നാം എങ്ങനെ വീഴാതിരിക്കാൻ ശ്രമിക്കാം എന്നതാണ്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഇവിടെയാണ് മഹാഗുരുവിൻ്റെ മാഹാത്മ്യം നമുക്ക് വഴികാട്ടിയാവുന്നത്. ഏതൊരുവനാണോ ഗുരുതത്വത്തിലൂന്നി ഗുരുമാർഗത്തിലൂടെ ചരിക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ ചന്ദനം ചാരി നിൽക്കുകയാണ്. അവന് ചന്ദന സുഗന്ധമായിരിക്കും ജീവിതത്തിൽ മറ്റുള്ളവർക്കായി നൽകുവാനാവുക. ഇനി നമുക്ക് ആദ്യം പറഞ്ഞു വെച്ച കാര്യത്തിലേക്ക് വരാം. അഴുക്കുചാലിൽ വീണ സംസ്കാരശൂന്യരായ ആൾക്കാരുടെ പ്രഭാവം ഗുരുമാർഗത്തിൽ ചരിക്കുന്ന ആൾക്കാരിൽ എത്തുമോ എന്നതാണ് ചോദ്യം. ഗുരുമാർഗത്തിൽ ചരിക്കുന്ന ഒരുവന് ഒരിക്കലും ഇത്തരം ആളുകളുടെ പ്രഭാവത്തിൽ വീഴാൻ ഗുരു ഒരിക്കലും അനുവദിക്കുകയില്ല. ഇവിടെ ഒരുവൻ നമ്മെ ചീത്ത വിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത് നമ്മളിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിനോട് പ്രതികരിക്കാൻ ശ്രമിക്കാത്ത ഒരു മനസ്സ് ഗുരു നമുക്ക് നൽകുന്നു. ഒരു നിമിഷത്തെ പ്രകോപനം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഇവിടെ അവൻ പ്രതികരിക്കാതെ ശാന്തനായിരിക്കുന്നത് അവൻ്റെ ഭീരുത്വം കൊണ്ടല്ല, മറിച്ച് അവനിൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കാൻ അവനാവുന്നത് കൊണ്ടാണ്. ഇവിടെ സമചിത്തത പാലിക്കുന്ന ഈ ഭക്തനാണ് ബലവാൻ. ഇവിടെ സംസ്കാരശൂന്യനായ വ്യക്തിയുടെ വാക്കുകളിന്മേൽ അതിജീവിക്കുവാനുള്ള മാനസിക ബലം അവന് കൈവന്നതായി കാണുന്നു. മറ്റൊരുവൻ്റെ ചീത്ത വാക്കുകൾക്ക് അവനിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിനെ അവൻ നിയന്ത്രിച്ചു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ അവനുമായി പ്രതികരണം ഉണ്ടായാൽ വിജയിക്കുന്നത് സംസ്കാരശൂന്യനായ ആ വ്യക്തിയാണ്. രണ്ടാമൻ്റെ മനസ്സിനെ ഇവൻ നിയന്ത്രിക്കുന്നു എന്നു വേണം കരുതാൻ. അവനവനെ നിയന്ത്രിക്കുവാനുള്ള ആത്മബലം തരുന്നത് കരുണാവത്സലനായ മഹാഗുരുവാണ്. കുളിച്ച് ശുദ്ധമായി നടന്നു പോകുമ്പോൾ വഴിയിലെ ചെളിയിൽ ചവിട്ടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അതുപോലെ വേണം ചീത്ത ആൾക്കാരുടെ പ്രഭാവത്തെ ചെറുക്കാൻ. നമ്മിൽ തോന്നിക്കുന്ന ഇത്തരം തിരിച്ചറിവുകളാണ് മഹാഗുരുവിൻ്റെ അനുഗ്രഹം. ഏവർക്കും സ്വന്തം മനസ്സിനെ അവരവർക്ക് തന്നെ നിയന്ത്രിക്കുവാൻ ഉള്ള ശക്തി മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.